നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കം. മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ചുമതലയിലുണ്ടായിരുന്ന അംഗമാണ് എൻ വിജയകുമാർ. കെ പി ശങ്കർദാസിനോടും എൻ വിജയകുമാറിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് SIT നേരത്തെ നോട്ടീസ് കൈമാറിയിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യലിനെത്തിയാൽ തങ്ങൾ അറസ്റ്റിലാകുമെന്ന് ഇരുവരും ഭയന്നു. തുടർന്ന് ചോദ്യം ചെയ്യലിന് ഇരുവരും എത്തിയില്ല. ഇതിനിടയിൽ മുൻകൂർ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്നു കെ പി ശങ്കർദാസ്. സ്വർണ്ണപ്പാളി കൈകാര്യം ചെയ്തത് ഉദ്യോഗസ്ഥരാണെന്നും നയപരമായ തീരുമാനങ്ങൾ അന്ന് ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഒറ്റയ്ക്കാണ് എടുത്തിരുന്നത് എന്നുമാണ് രണ്ട് ബോർഡ് അംഗങ്ങളും SITക്ക് നൽകിയ മൊഴി. CPM നേതാവ് കൂടിയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന വിജയകുമാർ. പത്മകുമാർ അറസ്റ്റിലായതിനു പിന്നാലെ വിജയകുമാറിലേക്കും ശങ്കർദാസിലേക്കും അന്വേഷണം നീണ്ടിരുന്നില്ല. തുടർന്ന് ഹൈക്കോടതി ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. ബോർഡ് അംഗങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനത്തിൽ എന്തുകൊണ്ട് പത്മകുമാറിനെ മാത്രം അറസ്റ്റ് ചെയ്തു എന്ന ചോദ്യം ഹൈക്കോടതി ഉയർത്തിയതോടെ SIT വലിയ വിഷമവൃത്തത്തിലായി. ദേവസ്വം ബോർഡിലെ ഈ രണ്ടംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് SIT മടിക്കുന്നു എന്ന ചോദ്യം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. DIG ഹരിശങ്കറിൻ്റെ പിതാവാണ് ശങ്കർദാസ്. ഈ രണ്ടാളുകളുടെയും അറസ്റ്റ് ഒഴിവാക്കാൻ SITക്ക് മേൽ അതിശക്ത സമ്മർദ്ദമുണ്ടായിരുന്നു. തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഈ പോക്ക് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രചരണ വിഷയം ശബരിമലയാകുമെന്ന് സർക്കാരും തിരിച്ചറിഞ്ഞു. തുടർന്ന് രണ്ട് ബോർഡ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം SITക്ക് നൽകി സർക്കാർ. എന്നാൽ രണ്ടുപേർക്കും കോടതിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ഒരു ജാമ്യം നേടാൻ കഴിയുമോ എന്ന പരിശോധന തുടർന്നു. ഇക്കാര്യത്തിൽ CPMും സർക്കാരുമൊക്കെ ഇവരിരുവരെയും സഹായിച്ചു. കേരളത്തിൽ വലിയ വിവാദ കൊടുങ്കാറ്റുണ്ടാക്കിയതാണ് സ്വർണ്ണക്കൊള്ള. കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. ഹൈക്കോടതി ഇരുവർക്കുമെതിരെ നടത്തിയ രൂക്ഷമായ പരാമർശം നീക്കണമെന്നാവശ്യപ്പെട്ട് ഇതിനിടയിൽ ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ നിന്നും അനുകൂല ഉത്തരവ് നേടിയെടുക്കാൻ ഇതുവരെ ശങ്കർദാസിനും കഴിഞ്ഞില്ല. എന്നാൽ അപ്രതീക്ഷിതമായി തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടന്ന പഞ്ചലോഹ വിഗ്രഹ കച്ചവടമടക്കം പലതും ഇതിനിടയിൽ പുറത്തേക്ക് വന്നു. ഡി മണി എന്ന മറ്റൊരു അവതാരത്തെ ഇതിനിടയിൽ SIT ചോദ്യം ചെയ്യുകയും കൂടുതൽ ദുരൂഹതകൾ പടർത്തുന്ന കഥകൾ പുറത്തേക്ക് വരികയും ചെയ്തു. വരും ദിവസങ്ങളിൽ ഡി മണി അടക്കം ഇപ്പോൾ തമിഴ്നാട്ടിൽ SIT നിരീക്ഷണത്തിലുള്ള 3 പേർ ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവർ സ്ഫോടനാത്മകമായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ ചില വമ്പനിലേക്ക് അന്വേഷണം എത്തും. ശബരിമല ചുമതലയുണ്ടായിരുന്ന ഒരു ഉന്നതനും ഡി മണിയും ഒരുമിച്ചാണ് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കച്ചവടം ചെയ്തത് എന്നൊരു പ്രവാസി വ്യവസായി അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. താൻ ദിണ്ടിഗലിലെത്തി ഡി മണിയുടെ സങ്കേതത്തിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ ശബരിമലയിലുള്ള അമൂല്യ വസ്തുക്കൾ കണ്ടുവെന്നാണ് വ്യവസായി മൊഴി കൊടുത്തിരിക്കുന്നത്. തുടർന്ന് ഡി മണിയെ ചോദ്യം ചെയ്യുകയും ദുരൂഹതകൾ ഏറുകയും ചെയ്ത പശ്ചാത്തലം ഒരു വശത്ത്, മറുവശത്ത് മോഷ്ടിക്കപ്പെട്ട സ്വർണ്ണപ്പാളികൾ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ യാതൊരുവിധ നിശ്ചയവുമില്ലാതെ നിൽക്കുന്ന അന്വേഷണ സംഘം. ജനുവരി ആദ്യവാരം ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിയാണ് അന്വേഷണത്തിലെങ്കിൽ ഹൈക്കോടതി എടുത്തിട്ട് കുറയും. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടിന്മേലും രൂക്ഷമായ വിമർശനങ്ങൾ കോടതി ഉയർത്തും. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു CBI അന്വേഷണത്തിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഡി മണി ബന്ധപ്പെട്ടുവെന്ന് കരുതുന്ന ഒരു വമ്പൻ നേതാവ് അതാരായിരിക്കുമെന്ന ചോദ്യം ശക്തമാകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി വിജയകുമാറിൻ്റെ അറസ്റ്റ്. കെ പി ശങ്കർദാസിനെയും ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിക്കുന്ന സൂചന. ശബരിമല കൊള്ളയിൽ ആരെയും രക്ഷിക്കരുത് എന്ന് CPM സംസ്ഥാന സമിതി സർക്കാരിന് നിർദ്ദേശം നൽകി. കേസിലൊരു CBI അന്വേഷണത്തിനുള്ള സാധ്യതയാണ് സർക്കാരും CPMും ഒക്കെ മുന്നിൽ കാണുന്നത്. ഇനി ഏറിയാൽ ഒരാഴ്ച സമയം മാത്രം. CBI എത്തി കേസന്വേഷണം ഏറ്റെടുത്താൽ അവർ എത്രയും പെട്ടെന്ന് ശങ്കർദാസിനെയും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യും. കൂടുതൽ ദുരൂഹത പടർത്തുന്ന അനേകം കഥകൾ പുറത്തേക്ക് വരും. തുടർന്ന് മുൻ ദേവസ്വം മന്ത്രി അടക്കം ഒരുപക്ഷെ CBI വലയത്തിനുള്ളിലാകും. ഇത് ഭയപ്പെട്ടാണ് പെട്ടെന്ന് തന്നെ ഇപ്പോൾ വിജയകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കെ പി ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്ത് വിശദമായ മൊഴി രേഖപ്പെടുത്തി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് സമഗ്രമാക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. ഡി മണിയെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യുമ്പോഴേക്കും സ്വർണ്ണപ്പാളി വിഷയത്തിൽ വേണ്ടത്ര
ഒരു വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഒരു വശത്ത് CBI അന്വേഷണം ഹൈക്കോടതിയുടെ പരിഗണനയിൽ, കോടതി നിരീക്ഷണത്തിൽ ശക്തമായ സമ്മർദ്ദം അനുഭവിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. മറുവശത്ത് സർക്കാർ തലത്തിൽ ചില ഉന്നതരെ രക്ഷപ്പെടുത്താനുള്ള സൂത്രമാർഗങ്ങൾ അവലംബിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഇപ്പോൾ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ തുല്യ ഉത്തരവാദിത്വമെന്ന് ഹൈക്കോടതി പറഞ്ഞ നിലയ്ക്ക് വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശങ്കർദാസിനെ കൂടി അറസ്റ്റ് ചെയ്താൽ പിന്നീട് അക്കാലത്തെ ദേവസ്വം മന്ത്രിയിലേക്ക് അന്വേഷണം നീളുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. തന്നെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും 2 ബോർഡംഗങ്ങൾ ഇപ്പോഴും സ്വൈര്യമായി വിലസുന്നു. ഇത് പത്മകുമാറിനെ പ്രകോപിപ്പിക്കും. അതുകൊണ്ട് തന്നെ പത്മകുമാർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയാൽ സർക്കാരിലെ ചില വൻമരങ്ങൾ താഴെ വീഴും. പ്രത്യേക അന്വേഷണ സംഘത്തിന് 2 SP-മാരാണുള്ളത്, ശശിധരനും ബിനോയും. 2 പേരും സത്യസന്ധരായ ഉദ്യോഗസ്ഥരെന്നാണ് പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലുള്ള പേര്. വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യാൻ ഇരുവർക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ്. അനിവാര്യമായതൊക്കെ ചെയ്യാൻ സർക്കാർ ഇപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം വെങ്കടേഷിനും നൽകിയിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിൽ KP ശങ്കർദാസ് നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യ ഹർജി തള്ളിയേക്കും എന്ന സൂചനകൾ പുറത്തുവരുന്നു. ജാമ്യ ഹർജി തള്ളിയാൽ ഉടൻ തന്നെ KP ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യും. പത്മകുമാറിനെ നേരത്തെ SIT അറസ്റ്റ് ചെയ്തിരുന്നു എങ്കിലും KP ശങ്കർദാസ്, N. വിജയകുമാർ എന്നിവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീണ്ടില്ല എന്ന ഹൈക്കോടതിയുടെ ചോദ്യശരമാണ് SITയെ ഇത്രമേൽ സമ്മർദ്ദത്തിലാഴ്ത്തിയത്. ശങ്കർദാസിനെയും വിജയകുമാറിനെയും പ്രതി ചേർക്കാത്തതിനെ ഹൈക്കോടതി നേരത്തെ നിശ്ചിതമായി വിമർശിച്ചിരുന്നു. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും D. മണിയും തമ്മിൽ നടന്ന ഇടപാടുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ പുറത്തുവരും. ഈ ഇടപാടുകളിലും ചില ബോർഡ് അംഗങ്ങൾക്കും ബോർഡ് പ്രസിഡന്റിനും പങ്കുണ്ടോ എന്ന സംശയം ശക്തമാകുന്നു. സ്വർണ്ണപ്പാളി അടക്കം ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ട് എന്നാണ് വ്യവസായ അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്ന മൊഴി. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് പോറ്റിയും D. മണിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇത്തരം ഇടപാടുകൾ നടന്നിരുന്നു. 2019 ദേവസ്വം ബോർഡ് അംഗമായിരുന്നു വിജയകുമാർ. KP ശങ്കർദാസ് ആയിരുന്നു വിജയകുമാറിനൊപ്പമുള്ള മറ്റൊരു ബോർഡ് അംഗം. നേരത്തെ പലവട്ടം ചോദ്യം ചെയ്ത D. മണി താൻ നിരപരാധിയാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. എന്നാൽ മണിയുമായി ബന്ധപ്പെട്ട നിരവധി ദുരൂഹതകൾ ഇനിയുമുണ്ട് എന്ന് SIT വിശ്വസിക്കുന്നു. D. മണിയും MS മണിയും ഒരാൾ തന്നെയാണ്. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ കടത്തിയതിന് പിന്നിൽ മണിയുടെ സംഘമുണ്ട് എന്നുറപ്പിക്കുന്ന കൂടുതൽ തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ. ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല എന്നായിരുന്നു D. മണിയുടെ നിലപാട്. എന്നാൽ D. മണിയുടെ സംഘാംഗം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെടുത്തു. മറുവശത്ത് തിരുവനന്തപുരത്ത് D. മണി എത്തിയിരുന്നു എന്നതിൻ്റെ കൂടുതൽ സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് D. മണി തന്നോട് പറഞ്ഞിരുന്നുവെന്നാണ് പന്തളം സ്വദേശിയായ പ്രവാസി മലയാളി വ്യവസായ അന്വേഷണ സംഘത്തോട് ഇപ്പോൾ പറയുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് D. മണിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത്. തനിക്കും ആൻറ്റിക് ബിസിനസ്സിൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് D. മണിയിൽ നിന്നും ഈ അമൂല്യ വസ്തുക്കൾ കാണാനായി ദിണ്ടിഗലിലേക്ക് താൻ പോയിരുന്നു. അവിടെ ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന് ആ വ്യവസായി സാക്ഷ്യപ്പെടുത്തുന്നു. ദിണ്ടിഗലിലേക്ക് താൻ പോയതിൻ്റെ തെളിവുകളൊക്കെ വ്യവസായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കൈമാറി. വിവിധ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളാണിതെന്നും ഒരു പോറ്റി കൈമാറിയതാണ് എന്നും D. മണി അന്ന് പ്രവാസി വ്യവസായിയോട് പറഞ്ഞു. നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ D. മണി ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന സൂചനകൾ. അതിന് തൊട്ടുമുൻപ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ശങ്കർദാസിലേക്കും അറസ്റ്റ് നീളാനുള്ള കാരണം D. മണിയുടെ ഈ വരവ് തന്നെ. D. മണിയെ SIT നാളെ ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള സൂചനകൾ. മറ്റ് 3 പേരുടെ വിലാസത്തിലാണ് മണി ഫോൺ നമ്പറുകൾ എടുത്തത്. ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. മണിയുടെ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ആശങ്കയോടെ കേരളം ഉറ്റുനോക്കുന്നത്. നാളെ SITയുടെ കസ്റ്റഡിയിൽ വീഴുന്ന മണി എന്തെല്ലാം പുറത്തേക്ക് വിടും? അതുതന്നെയാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്നത് ഈ അന്വേഷണ ഘട്ടത്തിൽ. മറുവശത്ത് ശങ്കർദാസ് ഇനി മണിക്കൂറുകൾക്കുള്ളിൽ SITയുടെ കസ്റ്റഡിയിലാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.